നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീയേ ഇപ്പൊ ഇവിടുത്തെ സർവന്റ് മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം, അല്ലെങ്കിലേ നീ ജീവനോടെ തിരികെ പോവില്ല. മനസ്സിലായോടി? മോൾക്കൊരു കാര്യം അറിയോ? ഇന്നലെ രാത്രി മോള് തന്നെ ഈ ഗുളിക കഴിക്കാതെ ദൂരെ കളഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഛർദിലുമില്ല, മറ്റൊരു അസുഖവും ഇല്ല. കാർത്തി, ഡിന്നർ കഴിക്കാൻ വന്നതാണോ? അതെ. ഈ മരങ്ങോടനെ എന്നോടിപ്പം വലിയ ദേഷ്യത്തില. ഇവനെ ഒന്ന് മയക്കി കയ്യിലാക്കണം, എന്നാലേ മീനാക്ഷിയെ ഒതുക്കാൻ പറ്റൂ. മീനാക്ഷി എവിടെയാ? അവളെവിടെ നടക്കാന്ന് ആർക്കറിയാം? വേണ്ട, എന്റെ മുന്നിൽ വെച്ച് മീനാക്ഷിയെ കുറ്റം പറയരുത്. ഞാനത് പലവട്ടം വോൺ ചെയ്തതാ, അത് മറക്കണ്ട. ഓ, അത് ശരി. വശീകരണ തൊഴിലാളി യൂണിയൻ ഇറങ്ങിയോ? എന്താ കാർത്തി ഇങ്ങനെ? കാർത്തി എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും കാർത്തിയോട് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ കാർത്തിയും അവളുടെ ആർത്തിയും ഒക്കെ ഞാൻ ഇപ്പൊ തീർത്തു തരാം. അയ്യോ, എന്റെ ഡ്രസ് മുഴുവൻ വൃത്തികേടാക്കിയല്ലേ, നശിച്ചവളെ. ഇനി എന്റെ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോരുത്. ബ്ലഡി ഫൂൾ. നീ ഒരു ഗ്ലാസ് വെള്ളവും ഒരു പഴവും കൂടി എടുത്ത് വിഴുങ്ങിക്കും, അപ്പൊ വയറ് നിറയും. നീ എന്നെ തല്ലു കൊള്ളിച്ചല്ലേ? നീ വന്ന് മേടിച്ചതല്ലേ, ഇരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ഓരോ ഗുളിക കിട്ടണം. അത് തരപ്പെടുത്തി തരേണ്ട ഉത്തരവാദിത്തം എനിക്കല്ലേ? നിന്നെ ഞാൻ... നീ എന്താ എന്നെ തൂക്കിക്കൊല്ലോ? അയ്യോ, നിന്റെ ചെകിടത്ത് 5 വിരലുകൾ പതിഞ്ഞ് ഒരു ചെമ്പരത്തിപ്പൂ പോലെ. പോലീസ് ഓഫീസറല്ലേ അടിച്ചത്? പക്ക ക്രിമിനലുകളെ അടിക്കുന്ന അടിയാ ACP നിന്റെ കാരണത്തിട്ട് താങ്ങിയത്. മതിയടി അട്ടഹസിച്ചത്. പഴയ ഭർത്താവല്ലേ, വീണ്ടും പ്രണയിച്ചേക്കാന്ന് കരുതി ഇഡലി ഇട്ട് കൊടുക്കുന്നു, ചിക്കൻ കാലുകൾ വിളമ്പുന്നു. അതിന്റെ ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പടക്കം പൊട്ടുന്ന പോലൊരടി. നിന്റെ പല്ല് പപ്പടം പോലെ പൊടിഞ്ഞിട്ടുണ്ടാവും. എന്നാ എനിക്കിട്ട് കിട്ടിയത് നിനക്കിട്ട് തന്നേക്കാം.
കുഞ്ഞിന്റെ നേരെ കൈ ഉയർത്താൻ മാത്രം നീ അത്രയ്ക്ക് വളർന്നോടി? ഇത്തിക്കണ്ണിയെ പോലെ ഇവിടെ കയറി ചുറ്റി പടർന്ന് ഞങ്ങളുടെ ഔദാര്യം പറ്റിക്കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞിന്റെ നേരെ കൈ ഉയർത്തുന്നു. ദേ, നിന്റെ കൈ വെട്ടി ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. ഹ്, അവൾ ഇവിടെ കയറി ഭരിക്കുന്നു. മുത്തശ്ശി, ഇവളെന്നെ നിർത്തടി. എന്റെ കൊച്ചുമോളെ ഇവളെന്നും എന്നെ മുത്തശ്ശി എന്ന് നീ വിളിക്കണ്ട. റെസ്പെക്റ്റോടെ സംസാരിക്കണം. ഞാൻ ഈ കുടുംബത്തിന്റെ ശാപം ഒഴിവാക്കാൻ ഒരു ത്യാഗം ചെയ്യുന്നവളാ. അത് നിങ്ങളും മനസ്സിലാക്കണം. ത്യാഗോ? എന്ത് ത്യാഗോ അടി? അത് നിന്റെ വയറ്റിപ്പഴപ്പിന് വേണ്ടി നീ ചെയ്യുന്ന കൂലിവേലയായിട്ട് കരുതിയ മതിയടി. നീയേ ഇപ്പൊ ഇവിടുത്തെ സർവന്റ്. മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം. അല്ലെങ്കിലേ നീ ജീവനോടെ തിരികെ പോവില്ല. മനസ്സിലായോടി? വാ മോളെ. ഇവരുടെ ഉപദ്രവം കൂടുതലാ. അവളുടെ കൂടെ എല്ലാവരും, കാർത്തി ഉൾപ്പെടെ അവളുടെ കയ്യിലാ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വൈശാഖിനെ ഒന്ന് വിളിക്കാം. രാത്രി അവൻ വല്ല ബാറിലും ആയിരിക്കും. എന്നാലും വിളിക്കാം. ആ മൈഥിലി, ഞാൻ നിന്റെ ഒരു വിളി പ്രതീക്ഷിക്കായിരുന്നു. ആ പറയേ, എന്താ പുതിയ വിശേഷങ്ങള്? ഇവിടെ ഒരു രക്ഷയില്ലടാ. എല്ലാവരും എന്റെ നേരെയാ. ആ മണ്ണുണ്ണി കാർത്തിക് 2 വട്ടം എന്റെ കർണത്തടിച്ചു. ആ റാസ്കളുടെ കഥ ഞാനിന്ന് രാത്രി തീർക്കട്ടെ. അതൊന്നും വേണ്ടടാ. നിനക്ക് ഈ പറച്ചില് മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്യത്തില്ല. നീ ആ ആവേശമൂത്ത് ഇങ്ങോട്ട് വന്ന് അവന്റെ നേരെ ചെന്നാലേ നിന്നെ എല്ലാവരും കൂടി അലക്കുന്നത് ഞാൻ കാണേണ്ടി വരും. ദേ, എന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യല്ലേ. എന്താ അവിടെ സംഭവിച്ചതൊക്കെ നീ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറ. അടിയും ഭീഷണിയും ഒക്കെ അങ്ങനെ നിൽക്കട്ടെ, അത് പിന്നെ സ്ഥിരം ഉള്ളതാണല്ലോ. ആ ബെഡ്റൂമില് അവളുടെ ശല്യം കാരണം എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ലടാ. അതിന് ഞാനൊരു വഴി പറഞ്ഞുതരാം. എന്ത് വഴി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.